കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ദൈവവചനം ചിന്തിക്കുവാൻ കൂടി വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ചിന്തിച്ചത് ഈ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമാണ് എന്നുള്ളതിന് പലപ്പോഴും മനുഷ്യന് സംശയം ഉളവാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു വസ്തുത, ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആചാരങ്ങൾ അവയെല്ലാം വേദപുസ്തകം അനുശാസിക്കുന്നതാണോ എന്നുള്ള സംശയം പലരും എന്നോട് ഇതിനിടയിൽ ചോദിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ പ്രതിപാദിക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ആ വിഷയമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. മറ്റൊരു ചോദ്യം, ഈ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ കാനോനികത്വം അതാരാണ് നിശ്ചയിക്കുന്നത്? അത് സഭയ്ക്കല്ലേ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം സഭയ്ക്കല്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പം ഈ 2 ചോദ്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ അതിൻ്റെ അടിസ്ഥാനപരമായി ചില ആശയങ്ങളുമായി പങ്കുവച്ചത്. ഒന്ന്, ക്രൈസ്തവ സഭ ഏത് അവസ്ഥയിലാണ് ഈ കാലഘട്ടത്തിൽ ആയിരിക്കേണ്ടത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഇവിടെ ഒരു എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനിൽ കൂടെ പ്രവചന രൂപേണ നമ്മോട് പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അതിനുശേഷം എന്താ? അധർമ്മമൂർത്തി വെളിപ്പെടണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് അവൻ പൂജാവിഷയങ്ങളിലെല്ലാം തന്നെത്താൻ ഉയർത്തുന്ന ഒരു എതിരാളിയായി ഒരുവൻ ഉയർന്നു വരും. ഇത് ഒരു പ്രവചനമാണ്. ആ പ്രവചനത്തിന്റെ നിവർത്തി അത് ആരംഭിച്ചിട്ട് കാലങ്ങളായി. പിന്നെ മറ്റൊരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് സഭയെ സംബന്ധിച്ച ഇന്നത്തെ സഭയുടെ സ്ഥിതി എന്തായിരിക്കണം? അവൾ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ് എങ്കിൽ അവൾ എന്നുവരെയും ആ ഒരു അവിവാഹിതയായി തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം കഴിച്ച ആ ഒരു പുരുഷന് വേണ്ടി കാത്തിരിക്കണം. അത് മറ്റാരുമല്ല, ക്രിസ്തുവാ. അതാണല്ലോ അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു എന്ന ഏക പുരുഷൻ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ചാരിത്രഭംഗം അവൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിച്ച മറ്റൊരു വസ്തുത. നമുക്ക് കാണാൻ സാധിക്കും, തീർച്ചയായും അവൾ ഒരു ചാരിത്ര ഭംഗം സംഭവിച്ചു. അവൾ ഒരു വേശ്യയുടെ അവസ്ഥയിലേക്ക് ക്രൈസ്തവ സഭ മാറിപ്പോയി. അത് ഈ ലോക രാജാക്കന്മാരുമായി അധികാരത്തിനു വേണ്ടി ഈ ലോക രാജാക്കന്മാരുമായി അവൾ വേഴ്ചയിലേർപ്പെട്ടു. അവളൊരു വിശ്വസ്തയായ ഒരു പ്രതിസുത വധു ആയിരിക്കണമെങ്കിൽ അവൾ ആ വരന് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. ആ വരൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൽ 2ാമത് ഇവിടെ വരുമ്പോൾ അവൻ്റെ കാന്തയെ ചേർക്കുവാനാണ് വരുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മണവാട്ടി സഭ എന്നെല്ലാമാണ് സഭയെ വിളിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടം, അവൻ്റെ ശരീരമാം സഭ. ഇവർക്ക് ഒരധികാരം ത്തിലേക്ക് അവർ പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തെ നീതിയിൽ ഭരിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു വരുന്നത്. ആ ഭരണത്തിൽ പങ്കാളികളാകുവാൻ അവൻ രാജാവും ഈ സഭ ഒരു രാജ്ഞിയുമായി ഈ ലോകത്തെ ഭരിക്കുവാൻ ഉള്ള ആ അധികാരത്തിൽ പ്രവേശിക്കുവാൻ അവൾ ഈ വരന്റെ മടങ്ങിവരവ് കാത്തിരിക്കണം. അതിനുള്ള മനസ്സില്ലാതെ അവൾ ഈ ലോക രാജാക്കന്മാരുമായി വേഴ്ചയിൽ ഏർപ്പെട്ട് ഈ ലോകത്തിന്റെ അധികാരം കൈയടക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സഭയിൽ സംഭവിച്ചു. ആ സഭ വേദപുസ്തകത്തിന് ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ പീഡനം എന്ന് പറയുന്നത് ഈ ജാതീയ രാജാക്കന്മാരിൽ നിന്നും ഏറ്റതിനേക്കാൾ, അധികാരികളിൽ നിന്നും ഏറ്റതിനേക്കാൾ മാരകമായിരിക്കുന്ന പീഡനങ്ങൾ വേദപുസ്തകത്തിനും യഥാർത്ഥ വിശ്വാസികൾക്കും അനുഭവിക്കേണ്ടി വന്നു. എത്രയോ വിശ്വാസികളെ അവർ നിർദ്ദയം കൊന്ന് തള്ളിയവരാണ് ഈ ക്രൈസ്തവ സഭ.
ഇതൊക്കെ തന്നെയാണ് നാം ചിന്തിച്ചത്. അതിനുശേഷം പറഞ്ഞു നിർത്തുമ്പോൾ ഈ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഇന്ന് നാം കാണുന്ന ആചാരങ്ങൾ, അത് എല്ലാ ആചാരങ്ങളും അത് അനാചാരങ്ങളാണ്. ഒരിക്കലും വേദപുസ്തകം അനുശാസിക്കുന്ന ഒരാചാരം പോലും ഇന്ന് ക്രൈസ്തവ സഭയിൽ കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതിന് ഞാൻ കുറേയേറെ ആചാരങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ചു. ആ ലിസ്റ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം വായിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഞാൻ അതിലേക്ക് തന്നെയാണ് ഇപ്പൊ വീണ്ടും വരുന്നത്. കുംഭസാരം ആരംഭിച്ചത് ഏത് കാലത്താണെന്നുള്ളതാണ്. കുംഭസാരം അത് സഭയുടെ പ്രമാണമാക്കി ആരംഭിച്ചത് AD 1215 7 കൂദാശകൾ നിർവചിക്കപ്പെട്ടു. അത് 12-ാം നൂറ്റാണ്ടിലാണ്. സ്നാനത്തിനുള്ള വെള്ളം തളിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ശിശുമാമോദീസ, അത് ജ്ഞാന സ്നാനമല്ല, ശിശുമാമോദീസ മതി. ഏതാണ്ട് 10-28 ദിവസം പ്രായമാകുന്ന ഒരു കുഞ്ഞിനെ പുരോഹിതൻ വെള്ളം തളിച്ച് അവനെ ക്രിസ്ത്യാനിയാക്കുക. അപ്പൊ സ്നാനത്തിന്റെ അർത്ഥം എന്താ, ആ അർത്ഥം പോലും മനസ്സിലാക്കാതെ ആ കുഞ്ഞിനെ ഒരു ക്രിസ്തുവിന്റെ അനുയായിയായി വളർത്തുവാൻ ഒരു വളർത്തച്ഛനെ ഏൽപ്പിക്കുകയാണ്. നോക്കുക, യഥാർത്ഥത്തിൽ ക്രിസ്തു എന്താ ആ സ്നാനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? അത് മറ്റൊന്നുമല്ല, ആ സ്നാനം എന്ന് പറയുന്നത് ലോകത്തിനും ജഡത്തിനും മരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം എന്നുള്ള ഒരു ഉടമ്പടിയാ ആ സ്നാനം. അപ്പൊ തങ്ങളുടെ രക്ഷിതാവ് ആരാണ്? താൻ ഈ ലോകത്തിനും ജഡത്തിനും ഞാൻ മരിക്കണം. അപ്പൊ ലോകം എന്താണ്, ജഡം എന്താണ്? ആ മരിച്ചതിന് ശേഷം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിക്കാണ് ഈ സ്നാനം ഏൽക്കുവാനുള്ള അവകാശം. അതാണ് സ്നാനം. അവൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. അവൻ ജലത്തിൽ അവനെ പൂർണ്ണമായും മുഴുകൽ വഴി സ്നാനപ്പെടുത്തുമ്പോൾ അവൻ മരിച്ച് അടക്കപ്പെടുന്നതിന്റെ ചിത്രമാണ്. അവിടെ നിന്നും അവൻ ആ ജലത്തിൽ നിന്നും അവനെ ആ സ്നാപകൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് അവനൊരു പുനരുത്ഥാനത്തിന്റെ ചിത്രമാണ്. അപ്പൊ മരണ പുനരുത്ഥാനങ്ങളുടെ ഒരു ചിത്രമാണ്. ഇതെങ്ങനെ ഒരു ശിശുവിന്റെ മേൽ അല്പം ജലം തളിച്ചാൽ ഈ ഒരു ചിത്രത്തിന് അർത്ഥപൂർണത കൈവരും. നമ്മളൊരാളെ മരിച്ചാൽ അടക്കുമ്പോൾ ഏതാനും അല്പം പൂഴി അവന്റെ ശരീരത്തിൽ വാരിയിട്ട് അവനെ അങ്ങനെ ഇട്ടിട്ട് പോവുകയാണോ ശവം അടക്കുക എന്ന് പറയുന്നത്? പൂർണ്ണമായും അവനെ ആ ഒരു കുഴിയിൽ നിമജ്ജനം ചെയ്ത് മടക്കി മണ്ണിട്ട് മൂടി കൊണ്ടുവരുന്നതല്ലേ, അതല്ലേ ജലത്തിൽ കാണിക്കുന്നത്. അപ്പൊ ക്രിസ്തു നൽകിയ ആ ഒരു ഉപമ, അല്ലെങ്കിൽ ക്രിസ്തു നൽകിയ ആ ഒരു ദൃഷ്ടാന്തം അത് എത്ര ലളിതമാണ്. അപ്പൊ സ്നാനം അപ്പൊ അങ്ങനെയുള്ള സ്നാനമല്ല വേണ്ടത്. പിന്നെയോ ആ സ്നാനം തളിച്ചാൽ മതി എന്നുള്ള ആ ഒരു ആചാരത്തിലേക്ക് കടന്നു വന്നതും 12-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഞാനിത് പറയുന്നത്, നിങ്ങൾ ഇത് വേദപുസ്തകം അനുശാസിക്കുന്നതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം, നിങ്ങളത് ചിന്തിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ ഇത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പുരോഹിതന്റെ പ്രസംഗം കേട്ടു. ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു പുരോഹിതനാണ്. ആ ബഹുമാന്യനായ പുരോഹിതൻ തന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയുന്നത്, നിങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കണം. സത്യമല്ല എന്ന്, നീതിയല്ല എന്ന് തോന്നുന്ന എന്തും ചോദ്യം ചെയ്യാനുള്ള നിങ്ങൾ തയ്യാറാകണം. ഒരു ബിഷപ്പ് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ ബിഷപ്പ് പറഞ്ഞതാണ് എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. നിങ്ങളത് വേദാനുസരണമാണോ എന്ന് ചിന്തിക്കണമെന്നാണ് ആ പുരോഹിതൻ ആ പ്രസംഗത്തിൽ പറയുന്നത്. നോക്കുക, നിങ്ങളും ഇപ്രകാരം ഈ ആചാരങ്ങൾ ഓരോന്നും വേദാനുസരണമാണോ, വേദപുസ്തകം നമ്മളോട് അനുശാസിക്കുന്നതാണോ എന്ന് വേദപുസ്തകത്തിന്റെ സഹായത്തോടെ നിങ്ങൾ പരിശോധിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ ഇതൊക്കെ കടന്നു വന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ആദിമസഭയിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ചിന്തിച്ചത്, വേദപുസ്തകം വായിക്കുന്നത് നിരോധിച്ചു. വലേഷ്യസ് ഉന്നഹദോസിലാണ് ഇത് നിരോധിക്കുന്നത്. അതിന്റെ കാലം AD 1229.
അപ്പൊ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വായിക്കുക മാത്രമല്ല, ആ പുസ്തകം സംരക്ഷിക്കുന്നത് പോലും കുറ്റകരമാണ് എന്ന് സഭ പ്രഖ്യാപിച്ചു. നിങ്ങൾ ഓർക്കുക. അപ്പൊ വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി പ്രവർത്തിച്ചത് ഈ ക്രൈസ്തവ സഭയാണ്. ആ വേദപുസ്തകം കയ്യിൽ കൊണ്ടു നടക്കുന്നവരെ നിഷ്കരുണം അവരെ കാലപുരിക്ക് അയക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്നത്. എന്തുകൊണ്ടാ? വേദപുസ്തകം വായിച്ചാൽ മനുഷ്യൻ അവൻ സ്വതന്ത്രമാവും, അവൻ ആചാരങ്ങളെ അവൻ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നത് പാപമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത കാലത്താ, ഏതാണ്ട് 70 വർഷം ഏതാണ്ട് ആയിട്ടുള്ളൂ വേദപുസ്തകം വായിക്കുവാനുള്ള അനുവാദം ആത്മായർക്ക് ലഭിച്ചു തുടങ്ങിയിട്ട്. നമ്മൾ ചിന്തിക്കുക. പിന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യം, AD 1545 വേദപുസ്തകമല്ല നമുക്ക് മുഖ്യം, നമ്മുടെ പാരമ്പര്യമാണ് നമുക്ക് മുഖ്യ വിഷയം. അപ്പൊ എല്ലാവരും നോക്കുന്ന എൻ്റെ പിതൃസഭ, ആ സഭ എന്താണ് എന്നോട് പറയുന്നത്, സഭയുടെ ആചാരം എന്താണ്, ഇതാണ് അനേകരും ചിന്തിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? പാരമ്പര്യമാണ് മുഖ്യമെന്ന് പ്രഖ്യാപിച്ചു 1545. മറ്റൊന്ന്, മാതാവിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടു AD 1854. അത് പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഏത്? മാതാവിന്റെ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ പാപമില്ലാതെ ജനിച്ചവളാണ് മറിയ എന്നുള്ള വലിയ ഒരു അങ്ങേയറ്റം ദുരുപദേശപരമായിരിക്കുന്ന ഒന്ന് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഒരിടത്തും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു വലിയ ദുരുപദേശം. മാതാവിന്റെ അമലോത്ഭവത്വം, പാപമില്ലാതെ ജനിക്കുക. എന്തിനു വേണ്ടിയാ മറിയ പാപമില്ലാതെ ജനിക്കുന്നതിന്റെ ആവശ്യം എന്താ? ബൈബിൾ എന്താ പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ അതിൽ മറിയാമിനെ ഒഴിവാക്കിയിട്ടില്ല. ആദാമ്യ സന്തതിയായി പരമ്പരയിൽ വരുന്നവളാണ് മറിയാമെങ്കിൽ തീർച്ചയായും ആദാമ്യ പാപത്തിന് മറിയാമും പാപത്തിൽ പങ്കാളിയാണ്. അപ്പോൾ എന്തിനാണ് അമലോത്ഭവയാണെന്ന് പ്രഖ്യാപിച്ചത്? ക്രിസ്തുവിന് ജനിക്കാനാണെന്നാ. ക്രിസ്തുവിന് പാപമില്ലാതെ ജനിക്കാൻ വേണ്ടിയാണ് മാതാവിനെ പാപമില്ലാത്തവളായി ജനിപ്പിച്ചതെന്നാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണെങ്കിൽ ക്രിസ്തു പാപമില്ലാതെ ജനിച്ചു. മറിയാമിന്റെ ഉദരത്തിൽ ക്രിസ്തു ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു മാനുഷിക പിതാവിന്റെ ബന്ധമില്ലാതെ മറിയാമിന്റെ ഉദരത്തിൽ അവൻ ജനിച്ചു. അങ്ങനെ അവന് സൃഷ്ടി നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിച്ചുവെങ്കിൽ തീർച്ചയായും പിന്നെ എന്തിനാ മാതാവിന്റെ ആവശ്യം? മാതാവ് എന്തിനാ അമലോത്ഭവയായി ജനിക്കുന്നത്? ഇത് തന്നെ നാം ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതൊരിക്കലും വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒന്നല്ല. ഇപ്പൊ മാതാവിനെ മധ്യസ്ഥയാക്കി തീർക്കുവാൻ വേണ്ടി മാതാവിന് നൽകിയിരിക്കുന്ന സ്വർഗത്തിന്റെ റാണി എന്നാണ് പേര് വിളിക്കുന്നത്. വേദപുസ്തകത്തിൽ എവിടെയാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഈ സ്വന്തം മാതാവിനെ യേശു ആ കുരിശിൽ കിടന്നുകൊണ്ട് ഏൽപ്പിക്കുന്നത് ആരെയാ? തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുകയാ. ആ മാതാവ് ചോദിക്കുന്നു, മാതാവിനെ കുറിച്ച് പറയും, നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു ചോദിക്കുന്നത്, എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ആരാണ്? എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്നാണ് ക്രിസ്തു പറയുന്നത്. സ്ത്രീയെ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? ഞാൻ എൻ്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതാണ് എന്നാണ് യെരുശലേം ദേവാലയത്തിൽ വെച്ച് അവനെ കാണാതെ പോയി തിരഞ്ഞു ചെന്ന് കണ്ടെത്തിയപ്പോൾ പരിഭവിച്ച അമ്മയോട് പറഞ്ഞതാ, നിനക്ക് ഞാനും എൻ്റെ പിതാവും തമ്മിലാണ് ബന്ധം, നിനക്കെന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇതാണ് യേശു ചെയ്തത്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന് ജനിക്കുവാൻ ഒരു പാത്രമായി തീർന്നു എന്നുള്ളത് തീർച്ചയായും അത് വലിയ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയെ നാം തള്ളിക്കളയേണ്ട. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മുടെ ഒരു മധ്യസ്ഥയാക്കി തീർത്തുകൊണ്ട് എല്ലാ വണക്കങ്ങളും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നൽകിക്കൊണ്ട്
ഈ ക്രൈസ്തവ സഭയിൽ ഒരു ദുരാചാരം കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും വേദാനുസരണമല്ല. വീണ്ടും നമ്മൾ കാണുക, പോപ്പിന് അപ്രമാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. AD 1870 പോപ്പിന് അപ്രമാദിത്വമുണ്ട്, തെറ്റാവരമുണ്ട്. നിങ്ങൾ നോക്കുക, ആരാണ് ഈ പോപ്പിന് തെറ്റാവരം നൽകിയിരിക്കുന്നത്? ആരാ ഈ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്? ആരാ? ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കുറെ മനുഷ്യരാ, കർദിനാളന്മാരെന്നുള്ള പേര് ലഭിച്ചിട്ടുള്ള, സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുള്ള കുറെ മനുഷ്യരാണ് ഈ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് എന്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്, എന്നിട്ട് ആ പോപ്പിന് തെറ്റാവരമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എന്നാൽ നമ്മൾ നോക്കുക, ഒരു സമയം വിശുദ്ധന്മാരായി മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാർ പ്രഖ്യാപിച്ചിട്ടുള്ള എത്രയോ വിശുദ്ധന്മാരെ പിന്നീട് വന്നിട്ടുള്ള മാർപ്പാപ്പമാർ തരം താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത കാല ചരിത്രത്തിലുള്ളതല്ലേ. അപ്പൊ തെറ്റാവരമുള്ള ഒരു മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധ പദവിയെ അത് അശുദ്ധമാക്കി തള്ളാൻ മറ്റൊരു മാർപ്പാപ്പായ്ക്ക്, പിന്നാലെ വരുന്ന ഒരു മാർപ്പാപ്പായ്ക്ക് എന്ത് അവകാശമാണുള്ളത്? അങ്ങനെയെങ്കിൽ തെറ്റാവരം ഉണ്ട് എന്നുള്ള ആ ചിന്ത തന്നെ, ആ പഠിപ്പിക്കലുകൾ തന്നെ തെറ്റല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മറിയയ്ക്ക് സ്വർഗപ്രവേശനം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച നടന്നു. AD 1925 നടക്കുന്നത്. 1925 നടന്ന ഒരു ചർച്ചയാണ്. മറിയയ്ക്ക് സ്വർഗപ്രവേശനം ലഭിച്ചിട്ടുണ്ടോ? അതിന് തീരുമാനമെടുത്തത് 959 മറിയ സ്വർഗാരോഹണം ചെയ്തു എന്ന് സഭ പ്രഖ്യാപിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനകത്ത് യേശു എന്താ പറഞ്ഞേ? യേശുവിന്റെ കാലത്ത് തന്നെ യേശു പറഞ്ഞു, ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു, അവന്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. നമുക്കറിയാം, മരിച്ചു അടക്കപ്പെട്ടവരിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഒഴികെ മറ്റ് ഒരു കല്ലറകളും ഇന്നും തുറന്നിട്ടില്ല. ഇതാണ് വേദസത്യം നാം കാണുന്നതെങ്കിൽ ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ നമ്മുടെ സഭയിലേക്ക്, വിശ്വാസികളിലേക്ക് കൊണ്ടുവരുന്നത് എത്രയോ ദുഃഖകരമാണ്. നാം ചിന്തിക്കുക. മറ്റൊരു വസ്തുത നാം കാണുന്നത്, ഈ സഭ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ്, നമ്മളുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കുവാൻ, തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കാൻ, കാര്യമാക്കാതിരിക്കാൻ, ഒരു പാപക്ഷമ നൽകാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അതിലൊന്ന്, ഹെയിൽ ഹോളി ക്യൂൻ എന്ന് നാം പ്രഖ്യാപിച്ചാൽ, അത് നിങ്ങൾ ഹെയിൽ എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യുക, ഹോളി ക്യൂൻ എന്ന് പറഞ്ഞാൽ മറിയാമിനെ വിശുദ്ധ രാജ്ഞിയായിട്ട്, സ്വർഗത്തിന്റെ രാജ്ഞിയായി നാം സ്വാഗതം ചെയ്താൽ ആ വ്യക്തിക്ക് 40 ദിവസത്തേക്ക് കുറ്റവിമുക്തി ഉണ്ടാകും, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവൻ വിമുക്തനായിരിക്കും എന്ന് സഭ പഠിപ്പിക്കുകയാണ്. നമ്മൾ നോക്കുക, ഹെയിൽ ഹോളി ക്യൂൻ എന്ന് നാം പറഞ്ഞാൽ മതി. എന്തൊരു കാര്യമാണെന്ന് നോക്കിയേ. അടുത്തൊരു കാര്യമാണ് ലിറ്റൻസി ഓഫ് ദി ബ്ലസ്ഡ് വിർജിൻ. അത് പള്ളിയിൽ ആരാധനാലയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഈ മറിയാമിന്റെ പേരിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഈ പ്രാർത്ഥനാ ഗീതം പാടിക്കഴിഞ്ഞാൽ 200 ദിവസത്തേക്കുള്ള കുറ്റവിമോചനം ഉണ്ടാകുമെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള കുറ്റവിമോചനത്തിനുള്ള മാർഗങ്ങളുണ്ട്, ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു നമ്മുടെ സഭാ സമ്പ്രദായങ്ങൾ, ഇതിനൊന്നും യാതൊരു വേദാധാരവുമില്ല. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും നമുക്കിവ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്യാഗിനിയായ ഒരു സഭയായി ക്രൈസ്തവ സഭ മാറി അധികാരത്തിന്റെ ഭ്രമം മൂത്തിട്ട് അവൾ തൻ്റെ പ്രാണനാഥൻ വേണ്ടി കാത്തിരിക്കുവാനുള്ള മനസ്സ് കാണിക്കാതെ അവൾ ഈ ലോക രാജാക്കന്മാരുമായി അധികാരത്തിൽ പങ്കിടുവാനും അധികാരത്തിൽ പ്രവേശിക്കുവാനും തയ്യാറായി. കോൺസ്റ്റന്റിനോപ്പിളിന്റെ കാലത്ത് കോൺസ്റ്റന്റൈന്റെ കാലത്ത് ഇതിന് ഉള്ള വഴിവെച്ചത് ഒന്ന്, അതുവരെ റോമാ സാമ്രാജ്യം അവിടെ അധികാരം നടത്തിയിരുന്നത് റോം തലസ്ഥാനമാക്കിക്കൊണ്ടാണ്. എന്നാൽ കോൺസ്റ്റന്റൈന്റെ കാലത്ത്
ഈ തലസ്ഥാനം അവിടെ നിന്നും മാറ്റി അത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. അപ്പോൾ റോമ നഗരം അത് രാജാവിന്റെ ഭരണകേന്ദ്രമല്ലാതെയായി തീർന്നു. അപ്പോഴാണ് ഇത് കൂടുതൽ അവസരം വന്നത്. അപ്പോൾ ഈ ഒരു രാജഭരണം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ സഭയുടെ ഭരണകേന്ദ്രമായി ഇവർ റോമിനെ മാറ്റി. അങ്ങനെയാണ് വത്തിക്കാനൊക്കെ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, അപ്പൊ അവിടെ അധികാരത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരം അവിടെ കൂടുതലായി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ തൻ്റെ താനൊരു ഒരു വിശ്വാസത്യാഗിനിയായ സഭയായി മാറി. ഇനി തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് മറ്റൊരു കാര്യം, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. അതുവരെ ഈ അധികാരത്തിന് പരിമിതികളുണ്ട്. അപ്പൊ ആ തടുക്കുന്നവൻ എന്നുള്ളത് ഇപ്പൊ റോമാ സാമ്രാജ്യത്തിന്റെ അവിടുത്തെ ഈ രാഷ്ട്രീയ റോമാ സാമ്രാജ്യം, ആ രാഷ്ട്രീയ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ റോമാ സാമ്രാജ്യം, ആ സാമ്രാജ്യം അവിടെ നിന്നും അധികാരം വിട്ട് പിന്മാറണം. അതാണ് തടുക്കുന്നവൻ. ഈ അധികാരത്തിൽ പ്രവേശിക്കാൻ ക്രൈസ്തവ സഭയ്ക്ക് അവസരം വിലക്കിക്കൊണ്ടിരുന്നത് അന്നത്തെ രാജഭരണമാണ്. ആ രാജഭരണം അവിടെ നിന്ന് ചക്രവർത്തിമാർ അവിടെ നിന്നും മാറണം. അതാണ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഈ തലസ്ഥാനം മാറ്റിയത് തന്നെ അതിൻ്റെ ഈ പ്രവചനത്തിന്റെ ഒരു നിവർത്തിയാണ്. അപ്പൊ അങ്ങനെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറണം. അത് ആ കാലം വരെയും ഇതിങ്ങനെ തുടർന്നു പോരുമെന്നാ പറഞ്ഞത്. അതിന്റെ കാലം വരെയും കാത്തിരിക്കണം. അപ്പോൾ എന്താ, അവൻ ദൈവമെന്ന് നടിച്ച് ദേവാലയത്തിലിരുന്ന് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ ഉള്ള സകലത്തിലും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കും. അപ്പൊ അവൻ ദൈവമെന്ന് നടിക്കുകയാണ്. അതല്ലേ നാം നോക്കുക, മാർപ്പാപ്പായ്ക്ക് ലഭിക്കുന്ന സ്ഥാനപ്പേരുകൾ, എത്രയോ സ്ഥാനപ്പേരുകളുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ പറയാനോ വായിക്കാനോ നിന്നാൽ ഇന്നത്തെ സമയം അതിന് തികയില്ല, ദിവസം തികയില്ല. അപ്പോൾ അങ്ങനെ എത്രയോ സ്ഥാനപ്പേരുകൾ നൽകിക്കൊണ്ട് താൻ ദൈവമെന്ന് നടിച്ചു. ദൈവം എന്ന് പറഞ്ഞാൽ അധികാരി എന്ന അർത്ഥം. അപ്പൊ താൻ ദൈവമെന്ന് നടിച്ച് ദേവാലയത്തിലിരിക്കുകയാണ്. അവിടെ ദേവാലയം എന്ന് പറയുന്ന അക്ഷരപ്രകാരം അവിടെ പണിതീർക്കപ്പെട്ട യെരുശലേം ദേവാലയമല്ല. ഇന്ന് പലരും ചിന്തിക്കുന്നത് അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ഇങ്ങനെ യെരുശലേം ദേവാലയത്തിൽ അവൻ ഒരു മനുഷ്യനായി തന്നെ അവിടെ വന്നിരിക്കുമെന്നുള്ളതൊക്കെയാണ്. അതല്ല ഇവിടെ ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് സഭയെ സംബന്ധിച്ച നിങ്ങൾ എൻ്റെ ആലയമാണെന്ന നാം ഓരോരുത്തരും ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ്. അപ്പൊ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മനുഷ്യൻ, അവൻ ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ്. അപ്പൊ ദേവാലയത്തിൽ ഇരുന്ന് എന്ന് പറയുന്നത് വിശ്വാസികളുടെ മനസ്സിൽ അവന്റെ വിശ്വാസത്തിൽ താൻ ദൈവമാണെന്നുള്ളൊരു ഭാവത്തിൽ അവൻ കയറിക്കൂടിയിരിക്കുകയാണ്. ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ ഉള്ള സകലത്തിലും അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. പൊന്തിഫസ് മാക്സിമസ് എന്ന പേര് വാങ്ങിയിരിക്കുന്നത്. നോക്കുക, ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളാണ് നമുക്ക് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആചാരങ്ങളും വേദാനുസരണമല്ല, വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് ക്രൈസ്തവ സഭയിൽ ഇന്ന് കാണുന്ന അനാചാരങ്ങൾ വേദപുസ്തകത്തിന്റെ വകയാണെന്ന് കണ്ട് അതുകൊണ്ട് ഈ വേദപുസ്തകം വിശ്വാസയോഗ്യമല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ചിന്ത മാറ്റിവെക്കണം. ഇതൊന്നും വേദപുസ്തകം നൽകുന്നതും പറയുന്നതുമല്ല. മറ്റൊരു ചോദ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ വേദപുസ്തകത്തിൽ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിന് 66 പുസ്തകങ്ങളാണുള്ളത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ 66. അത് കത്തോലിക്ക ബൈബിളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വിഭാഗക്കാരുടെയും ബൈബിളിൽ 66 പുസ്തകങ്ങളാണുള്ളത്. എന്നാൽ കത്തോലിക്ക ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന 72 പുസ്തകങ്ങൾ, അതായത് ഈ 66ന്റെ കൂടെ ഒരു 6 പുസ്തകങ്ങളുടെ അഡീഷണൽ ആയി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 72 പുസ്തകങ്ങളാണ്
കത്തോലിക്ക ബൈബിളിൽ ആകെ വേദപുസ്തകത്തിന്റെ ലിസ്റ്റിൽ വരുന്നത്. എന്നാൽ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ അതൊരിക്കലും ഈ വേദപുസ്തകത്തോട് കൂട്ടിച്ചേർക്കാവുന്നതൊന്നല്ല. അത് അനേകം തെളിവുകളുണ്ട്. അപ്പൊ സഭയാണ് തീരുമാനിക്കുന്നത് വേദപുസ്തകത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെ ആയിരിക്കണമെന്ന് സഭയാണ് തീരുമാനിക്കുന്നത് എന്ന് പലരും പറയുമ്പോഴേ സഭയ്ക്ക് അതിനുള്ള അവകാശം എന്താ? സഭ ഇതുപോലെയുള്ള ദുരുപദേശങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ ദുരുപദേശങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇത്രയേറെ ദുരുപദേശങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാ നമ്മൾ കണ്ടത് ഈ 2 ദിവസങ്ങളിലായിട്ട്. ഇത്രയേറെ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സഭയ്ക്ക് വേദപുസ്തകത്തിന്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ആര് കൊടുക്കും? എവിടെ നിന്ന് കിട്ടി? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ, അവ ഏതാനും ചില കാര്യങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ വരുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. വേദപുസ്തകത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു കാര്യം, ഇത് പരസ്പര വിരുദ്ധമല്ല. ഒരിക്കലും വേദപുസ്തകത്തിൽ കാണുന്ന വിഷയങ്ങൾ, കാണുന്ന ഉപദേശങ്ങൾ മറ്റു ഭാഗത്തു നൽകുന്ന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി തീരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതൊരിക്കലും ദൈവാത്മനിശ്വസ്തമല്ല. ഈ വേദപുസ്തകം എഴുതപ്പെട്ടത് 1500 വർഷത്തിന്റെ കാലദൈർഘ്യത്തിലാണ് ഈ 66 പുസ്തകങ്ങൾ എഴുതി തീർത്തത്. ഇത് തുടങ്ങിയത് മോശയാണ്, തീർന്നത് യോഹന്നാൻ അപ്പോസ്തലൻ ഏതാണ്ട് AD 95 വെളിപാട് പുസ്തകം എഴുതിയാണ് ഇത് തീർക്കുന്നത്. അപ്പൊ ഈ കാലയളവെന്ന് പറയുന്നത് ഏതാണ്ട് 1500-ലേറെ വർഷങ്ങൾ വന്നു. അപ്പൊ ഈ 1500 വർഷങ്ങളുടെ കാലദൈർഘ്യത്തിൽ 40ഓളം എഴുത്തുകാർ ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 40ഓളം എഴുത്തുകാർ ചേർന്ന് എഴുതിയ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഒരു ചരടിൽ കോർത്തിണക്കിയ പുഷ്പങ്ങൾ പോലെ അതൊരു മാലയായി കിടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപാടിൽ അവസാനിക്കുമ്പോൾ അത് നാം കാണുന്നത് ഇങ്ങനെ ഒരു വലിയ ഒരു ഉൾച്ചരടിൽ കൂടെ പോകുന്നു. അവിടെ ഏദൻ തോട്ടം നിർമ്മിക്കുന്നു, അവിടെ പാപം കടന്നു വരുന്നു, അങ്ങനെ മരണം കടന്നു വരുന്നു. ഇതിന്റെ ഒരു ദുഃഖപര്യവസാനി അല്ല ഇതൊരു നോവല് പോലെ പോവുകയാണ്. പക്ഷെ ഇതൊരിക്കലും അതൊരു ദുഃഖപര്യവസായിയായ ഒരു നോവലല്ല. തീർച്ചയായും മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയതെല്ലാം പാരഡൈസ് റീഗെയിൻഡ്, പാരഡൈസ് ലോസ്റ്റ് എന്നും പാരഡൈസ് റീഗെയിൻഡ് എന്നുമുള്ള 2 വലിയ വിഖ്യാത ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അതിൽ ഈ പാരഡൈസ് റീഗെയിൻ ചെയ്യുന്ന അനുഭവത്തോടുകൂടി, നഷ്ടപ്പെട്ട പറുദീസ വീണ്ടെടുക്കുന്നതിന്റെ അനുഭവത്തോടുകൂടിയാ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. അവിടെ പറയുന്നത് ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും ഇനി ഉണ്ടാകയില്ല, എല്ലാ കണ്ണിൽ നിന്നും അവൻ കണ്ണുനീർ തുടയ്ക്കും, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ഇതാ പറയുന്നത്. അപ്പൊ ഏദൻ തോട്ടത്തിൽ ആദാമിനോടുകൂടെ ദൈവം അധിവസിച്ചിരുന്നുവെങ്കിൽ ഇന്നിതാ അത് നഷ്ടപ്പെട്ടു പോയി. ആദാം പാപം ചെയ്തതിനോടുകൂടി ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. എന്നാൽ ഇതാ വീണ്ടും ദൈവം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാ പ്രിയമുള്ളവരെ. അപ്പൊ ഞാൻ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലെ ചില പൊരുത്തക്കേടുകൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ അത് നാളത്തേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. അപ്പൊ വളരെ മറ്റ് 66 പുസ്തകങ്ങളിലും കാണുന്നതിൽ നിന്നും വളരെ വിരുദ്ധമായുള്ള ഉപദേശങ്ങൾ, ആശയങ്ങൾ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അത് പൂർണ്ണമായി നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാൻ സമയക്കുറവുണ്ടെങ്കിലും നിങ്ങളുടെ അറിവിലേക്കായി ഭാഗികമായിട്ടെങ്കിലും ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അടുത്ത ദിവസം ഞാൻ കാണിക്കാം. അതിനുശേഷം ഈ ഈ വേദപുസ്തകത്തിന്റെ കാനോനികത്വം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് നാളെ നിങ്ങളുമായി സംസാരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ. പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താഴ്മയോടെ എളിമയോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു.